സച്ചിൻ തെണ്ടുൽക്കർക്ക് പണ്ട് ടെന്നീസ് എൽബോ വന്നപ്പോഴാണ് ഈ ഒരു അസുഖത്തെ പറ്റി എല്ലാവരും അറിഞ്ഞത്. നമുക്ക് ബീറ്റ് വരത്തില്ലേ, മസാജിങ് പോലെ. ഇതിനകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അതെ, ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രോക്ക് പേഷ്യൻസ്, അതായത് പാരലൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതുപോലെ വീക്ക്നെസ്, അതായത് പേഷ്യൻറ്റിന് ഒരു മസിൽ പവർ എന്ന് പറയുന്നത് ഒന്ന് കാലെടുത്ത് പൊക്കാൻ പറ്റുന്ന ഒരു പേഷ്യൻ്റ്, ആ ഒരു ലെവലിൽ പവർ ഉള്ള പേഷ്യൻസിന് നമ്മൾ ഇതിലേക്ക് കയറ്റി നിർത്തിയിട്ട് നമ്മുടെ അപ്പർ ബോഡിയും അതുപോലെ ട്രങ്കും. ഈ ഒരു മെഷീൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഇതിലൊരു ആൻറ്റി ഗ്രാവിറ്റി മോഡുണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മെഷീൻ്റെ മൂവ്മെന്റ്സ് ഉണ്ടാവില്ലേ? അപ്പം അതെ, മെഷീൻ നമുക്ക് കുറച്ച് ലിഫ്റ്റ് ആവും. പേഷ്യന്റ് ഉണ്ടാവുന്ന ഫീൽ എന്തായിരിക്കും? പേഷ്യന്റ് പ്രത്യേകിച്ച് ഒന്നും ഫീലിംഗ് ഒന്നും കാണത്തില്ല, പെയിൻഫുൾ ഒന്നും അല്ല. കാല് വെച്ചാൽ മതി. പേഷ്യന്റ് ഇവിടെ വളരെ റിലാക്സ്ഡ് ആയിരിക്കും, പേഷ്യന്റ് കംപ്ലീറ്റ്ലി ഉറങ്ങുമായിരിക്കും. നമ്മളിപ്പം സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഒരു ടാബ്ലറ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ ബാം എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയോ നമ്മൾ സ്വയം ഒരു ചികിത്സിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സ്വയം ചികിത്സിച്ചിട്ട് നമ്മൾ ആ ഒരു പെയിൻ അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പം സാധാരണ കണ്ടുവരുന്നത്. പിന്നെ ആ പെയിനിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒത്തിരി അധികം അങ്ങ് കൂടിയിട്ട് എന്താണ്, പിന്നെ ആയിരിക്കും നമ്മളൊരു വൈദ്യൻ്റെ സഹായം തേടുന്നത്. ഒന്നീ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, ഇഞ്ചക്ഷൻസ് സജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് വർക്ക് ആവണമെന്നില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ അവർ മെഡിസിൻ കൊടുക്കും, പിന്നെ ഇഞ്ചക്ഷൻ ആവും, പിന്നെ അത് സർജറി വരെ പോയേക്കാം. ആരംഭത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, വലിയ ഹാംഫുൾ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവാണ്ട്, സർജറി ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. നമ്മൾ അത്യാധുനികമായ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. എല്ലാം USFDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബ്രസ്റ്റ്, ഫുട്ട് ആങ്കിൾ, ഹിപ്പ് ജോയിന്റിനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഷോൾഡർ ജോയിന്റിലുള്ള പ്രശ്നങ്ങൾ, സ്പൈനിനുള്ള പ്രശ്നങ്ങൾ, നീ ജോയിന്റ്, അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സ്പോർട്സ് ഇഞ്ചുറീസ് ഒക്കെ ആണെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതൊക്കെയാണ്. നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ് കാരണം സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് കഴുത്ത് വേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. സ്പൈനോ കെയർ ട്രീറ്റ്മെന്റ് റൂം പല റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ഇദ്ദേഹത്തെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ബാക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് നമ്മളിപ്പോൾ സ്പൈനോ കെയർ NST ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പുറം വേദനയായിട്ട് വന്ന ഒരു പേഷ്യൻ്റാണ്. അപ്പം നമുക്ക് ഇതുപോലെ പുറം വേദന, കഴുത്ത് വേദനയായിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അവരെ ഫിസിക്കലി നമ്മൾ ശാരീരികമായി എക്സാമിൻ ചെയ്യും. അതുപോലെ അവരുടെ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എന്തെങ്കിലും വീഴ്ചയോ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ ചോദിച്ചറിയും. അത് വെച്ച് നമ്മൾ പേഷ്യൻറ്റിനെ തരംതിരിക്കും. ചെറിയ വേദനയായിട്ടൊക്കെ വരുന്ന പേഷ്യൻസ് ആണ്, പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പേഷ്യൻസിന് നോർമൽ ഉള്ള ഒരു കൺവെൻഷണൽ ഫിസിയോ നമ്മൾ അഡ്വൈസ് ചെയ്യും. മാനിപ്പുലേഷൻ, എക്സസൈസ് തെറാപ്പി, വ്യായാമങ്ങളൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യും. അതുപോലെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യും. അല്ല, അടുത്ത സ്റ്റേജ് കുറച്ചുകൂടെ കഠിനമായ വേദനയാണെങ്കിൽ നമ്മൾ സ്പൈനോ കെയർ ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാറുണ്ട്. എൻ്റെ പേര് നാസർ എന്നാണ്. ഞാൻ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. 7 വർഷമായിട്ട് എനിക്ക് നടുവേദനയും മുട്ടുവേദനയുമായിട്ട് ഞാൻ വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥയായിരുന്നു. ഞാൻ ദുബായിൽ ഇന്ത്യയിലായി ക്യാബിൻ ക്രൂവിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് സിവിയർ ആയ നെക്ക് പെയിൻ ആൻഡ് ലോ ബാക്ക് പെയിൻ വന്നത്. ഞാൻ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 15 കിലോമീറ്ററോളം ദൂരമാണ്. ഞാൻ ഡെയിലി ബൈക്കാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തിരക്കേറിയ ജീവിതമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് മുട്ടുവേദനയും നടുവേദനയും ഉണ്ടായിരുന്നത്. എൻ്റെ ദിനചര്യകൾ പോലും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം എനിക്ക് ഓപ്പറേഷനാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കില്ല, ഞാൻ ലോട്ട് ഓഫ് പെയിൻ കില്ലേഴ്സ് എടുത്തു. പക്ഷേ എനിക്കൊരു ലോങ് ടേം റിലീഫ് കിട്ടിയിരുന്നില്ല. അതൊരു സ്റ്റേജിലെത്തിയപ്പോൾ ഞാൻ ജോലി തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഓപ്പറേഷനൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് തിരുവനന്തപുരത്ത് 360 സ്പൈനൽ വെൽനസ് എന്ന ക്ലിനിക്കൽ ഉണ്ടെന്ന് അറിഞ്ഞത്. സ്പൈനൽ വെൽനസ്സിൽ ഫിസിയോതെറാപ്പി പുനരധിവാസത്തിനും വ്യായാമത്തിനുമൊപ്പം നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മൂലകാരണം അഥവാ റൂട്ട് കോസ് പരിഹരിക്കുന്നതിന് ഞങ്ങൾ വളരെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ MD-CSR പ്രോഗ്രാമും സ്പൈനോ കെയർ തെറാപ്പിയും നിങ്ങളുടെ കോർ മസിലുകളുടെ ആരോഗ്യത്തെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഡിസ്കിനെ അതിൻ്റെ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാനും ഡിസ്കിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും സ്പൈനൽ വെർട്ടിബ്രയുടെ അലൈൻമെൻറ്റും പിന്നെ പോസ്റ്റർ കറക്ഷനും ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നു. കൂടാതെ CRRT, സെൽ റിപ്പയർ ആൻഡ് റീജനറേഷൻ തെറാപ്പി എന്ന ആധുനിക യൂറോപ്യൻ സാങ്കേതിക വിദ്യ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നു. കൂടാതെ തേയ്മാനം സംഭവിച്ച് നശിച്ച കാർലേജ് കോശങ്ങളുടെ പുനരുജ്ജീവനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ദീർഘകാല ആശ്വാസം നൽകുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സ്ട്രെങ്തനിങ്, സ്ട്രെച്ചിങ് പോലെയുള്ള വ്യായാമങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യുന്നു. 95% രോഗികളിൽ ഞങ്ങൾ ലോങ് ടേം പ്രോഗ്രസീവ് റിക്കവറി ഉറപ്പുവരുത്തുന്നു. അങ്ങനെ ഇവിടുത്തെ ഡോക്ടറുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അദ്ദേഹം എനിക്ക് ഒരു വാക്ക് തന്നു. എൻ്റെ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഒരു 80% നിങ്ങൾക്ക് നടക്കാനുള്ള ഞാൻ ശരിയാക്കി തരാം
ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഇപ്പം ഞാൻ ഓടി നടക്കും, എനിക്കൊരു പ്രശ്നങ്ങളുമില്ല. അതിനുശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്ക് വേദന തീരെയില്ല. കൃത്യസമയത്ത് ചികിത്സിച്ചാൽ ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, താങ്ക്സ് ടു 360 സ്പൈനൽ വെൽനസ്. ബാക്ക് പെയിനും നെക്ക് പെയിനും നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമാണല്ലോ. അതിന് ഒരു ടാബ്ലറ്റ് കഴിച്ച് നമ്മൾ പെയിൻ ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. അതികഠിനമായ വേദന വരുമ്പോൾ നമ്മളൊരു വൈദ്യസഹായം തേടും. പലപ്പോഴും അതൊക്കെ ഒരു സർജറി വരെ കൊണ്ടെത്തിക്കാം. ഞാനിപ്പം ഒരു നോൺ സർജിക്കൽ സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് 360 ഡിഗ്രി സ്പൈനൽ വെൽനസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ്. Hi, how are you? Great. ആക്ച്വലി എന്താണ് 360? ബേസിക്കലി 360 ഡിഗ്രി സ്പൈനൽ വെൽനസ് എന്നുള്ളത് ഒരു അഡ്വാൻസ്ഡ് നോൺ സർജിക്കൽ വെൽനസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ആണ്. ബേസിക്കലി വി ആർ ഫോക്കസിങ് ഇൻ ടു ഓൾ കൈൻഡ് ഓഫ് ഓർത്തോപെഡിക് പെയിൻ കണ്ടീഷൻസ്. അതായത് നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയ എല്ലാ വേദനയ്ക്കും ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ടോട്ടലി നോൺ ഇൻവേസീവ് ആൻഡ് ഡ്രഗ് ഫ്രീ ആണ്. മോഡേൺ ഫങ്ഷണൽ അസസ്മെൻറ്റും അതോടൊപ്പം തന്നെ ഇലക്ട്രോ മൊഡാലിറ്റീസും ന്യൂട്രീഷണൽ ബാലൻസിങ്ങും പോസ്റ്റർ കറക്ഷനും എർഗണോമിക്സും എല്ലാം കൂടി കമ്പൈൻ ചെയ്തൊരു പ്രോട്ടോക്കോളാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ദീർഘകാലമായി കഠിനമായ സന്ധിവേദന അനുഭവിക്കുന്നുണ്ടോ? ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യാൻ നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും അത് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡോണ്ട് വറി, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. സെൽ റിപ്പയർ ആൻഡ് റീജനറേഷൻ തെറാപ്പി അല്ലെങ്കിൽ CRR തെറാപ്പി. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റിമുലേറ്റ് ടിഷ്യൂ ഡാമേജ് റിപ്പയർ and helps the body to regrow cartilage tissues naturally using biofeedback mechanism. CRR therapy also helps in repairing your weak bones and soft tissues like tendon, muscles and ligaments. ഈ പേറ്റന്റുള്ള യൂറോപ്യൻ സാങ്കേതിക വിദ്യയ്ക്ക് ശസ്ത്രക്രിയയോ ആശുപത്രിയിൽ അഡ്മിഷനോ വേദന സംഹാരി മരുന്നുകളോ ആവശ്യമില്ല. CRR തെറാപ്പിക്ക് വേദനയോ ദോഷകരമായ മറ്റ് പാർശ്വഫലങ്ങളോ ഇല്ലെന്ന് ഉന്നത പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ആയതിനാൽ ഫ്രീ അസസ്മെന്റിനും ഫ്രീ കൺസൾട്ടേഷനുമായി നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ടുമായി ഞങ്ങളെ സന്ദർശിക്കുക. വേദനരഹിതമായി ജീവിക്കാൻ സഹായിക്കുക എന്ന ദൗത്യത്തോടെ ആരംഭിച്ച റോയൽ മെഡിക്കൽ സെന്ററിന്റെ 360 സ്പൈനൽ വെൽനസ് ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നത് ഞങ്ങളുടെ ഫൗണ്ടറുടെ ബ്രെയിൻ ചൈൽഡാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കൃത്യസമയത്ത് ചികിത്സിച്ചാൽ എല്ലാ വേദനകൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന്? വേദന ഒരു രോഗമല്ലെന്ന് നാം മനസ്സിലാക്കണം. ശരീരത്തിൽ അസാധാരണമായി നടക്കുന്ന മറ്റെന്തെങ്കിലും അവസ്ഥയുടെ ഒരു സിഗ്നലോ അല്ലെങ്കിൽ ഒരു ലക്ഷണമോ ആവാം വേദന. വേദനയെ ചികിത്സിക്കുന്നത് ഒരിക്കലും ദീർഘകാല പരിഹാരം കൊണ്ടുവരില്ല. ദീർഘകാലം നമുക്ക് വേദനയില്ലാതെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ മൂലകാരണം കണ്ടെത്തി അത് പരിഹരിക്കേണ്ടതുണ്ട്. കൃത്യസമയത്ത് ചികിത്സിച്ചാൽ പല വേദനകളും ശസ്ത്രക്രിയയോ മരുന്നുകളോ ഇല്ലാതെ നമുക്ക് ശരിയാക്കാം. ഡയബറ്റിസ്, കിഡ്നി ഫെയിലിയർ, പ്രായാധിക്യം അങ്ങനെ തുടങ്ങിയ പല അവസ്ഥകൾ കാരണം സർജറി ചെയ്യാനാവാത്ത പേഷ്യൻസ് ഉണ്ട്. അവരുടെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് സർജറി അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് അവരുടെ വാതിലുകൾ നമ്മൾ അടയ്ക്കാൻ പാടില്ല. ഉടനടി സർജറി ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സർജറിക്ക് അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ സർജറി ചെയ്യാൻ താല്പര്യമില്ലാത്ത പേഷ്യൻസിന് സർജറി അല്ലാതെ മറ്റ് എന്ത് പരിഹാരമുണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന തെറാപ്പികൾ. പരമ്പരാഗത ഫിസിയോതെറാപ്പി, എക്സസൈസുകൾ, ജീവിതശൈലി തിരുത്തലുകൾ എന്നിവയ്ക്കൊപ്പം വളരെ അഡ്വാൻസ്ഡ് ആയ നോൺ ഇൻവാസീവ് തെറാപ്പിയാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. സ്പൈനോക്കിയൽ നട്ടലിന് ലോകത്തിലെ ഏറ്റവും നൂതനവും മികച്ചതുമായ ശസ്ത്രക്രിയരഹിത ചികിത്സ അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. മിക്ക നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും ഇത് സമഗ്രമായ പരിഹാരം വാഗ്ദാനം ചെയ്യുന്നു. കാൽക്കേനിയൽ സ്പർ, ഫ്രോസൺ ഷോൾഡർ, ടെന്നീസ് എൽബോ, പ്ലാന്റർ ഫേഷ്യാറ്റിസ് തുടങ്ങിയ നിരവധി മസ്കുലർ ടെൻഡോൺ ഡിസോർഡറുകൾക്ക് നൽകുന്ന നോൺ ഇൻവാസീവ് ഔട്ട് പേഷ്യൻ്റ് ചികിത്സയാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഷോക്ക് വേവ് തെറാപ്പി. മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് ചികിത്സയ്ക്കായി US FDA-യും യൂറോപ്യൻ യൂണിയനും ഷോക്ക് വേവ് അംഗീകരിച്ചിട്ടുണ്ട്. ഫിറ്റ്നസ്, ഭാരം കുറയ്ക്കൽ, സ്ലിമ്മിംഗ് എന്നിവയ്ക്കായി ഞങ്ങൾ EMS ട്രെയിനിങ് നൽകുന്നു. വേദന ശമനത്തിനായി ഞങ്ങളുടെ ക്ലിനിക് സന്ദർശിക്കുക.